അടുത്ത് വരികയില്ല. കണ്ണുകൊണ്ട് തന്നെ നോക്കി ഞാൻ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്ന വാസൽത്തുമാക്കിയിരിക്കുന്നു. ഒരാൾക്ക് എനിക്ക് ഭവിക്കില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് എടുക്കുകയില്ല. എന്റെ എല്ലാ വഴികളും എന്നെ കാക്കേണ്ടതിന് അവൻ എന്നെ കുറിച്ച് എന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എന്നെ കാലിൽ തട്ടിപ്പോയിരിക്കേണ്ടതിന് അവൻ എന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ടെക്സസിലെ, അമേരിക്കയിലെ ടെക്സസിലെ ഡാളസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബ്രദറിനെ UK നിന്ന് വിസിറ്റ് ചെയ്യാൻ വന്നേക്കുവാണ്. ഞാൻ സാറ്റർഡേ വന്നു, ഇന്നിപ്പം മൺഡേ ആയി. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു റോഡ് ട്രിപ്പിന് പോവാണ്. ഹ്യൂസ്റ്റണിലോട്ട് നമ്മൾ റോഡ് ട്രിപ്പിന് പോവാണ്. ഏകദേശം എത്ര നേരമുണ്ട് ഇവിടുന്ന് ഒരു 4.5 മണിക്കൂർ 4 hours ഡ്രൈവ് അല്ലേ? 4 hours ഡ്രൈവ്. അതിനിടയ്ക്ക് നമുക്ക് ഒരു ബ്രേക്ക് എടുക്കണം, നേരത്തെ നമുക്ക് പോകണം. ഞാനുണ്ട്, പോളുണ്ട്, എൻ്റെ വൈഫ് ചച്ചുണ്ട്, ഞങ്ങളുടെ നെഫ്യൂ ഐസക് ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം രാവിലെ ഏകദേശം 7 o'clock ആയി, 7:30 ആയി ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്, ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഹ്യൂസ്റ്റണിലുള്ള വിശേഷങ്ങൾ ഒക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഹ്യൂസ്റ്റണിലെത്തിയിട്ട് കാണാം. നമ്മുടെ ഡാളസിലുള്ള വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ ദ റിയൂണിയൻ ടവർ. അപ്പോൾ ഇതിങ്ങനെ 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഡാളസ് ഡൗൺ ടൗണിൻ്റെ വലിയൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡാളസ് ഡൗൺ ടൗൺ. അപ്പോൾ നമ്മൾ ഈ ഡാളസ് ഡൗൺ ടൗൺ കടന്നാണ് അടുത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം ഈ ഡാളസ് ഡൗൺ ടൗൺ നമ്മൾ അല്ലാതൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പം അടുത്തടുത്ത വീഡിയോയിൽ ഡാളസ് ഡൗൺ ടൗണിനെ പറ്റിയും ഒക്കെ ഞങ്ങൾ കാണിക്കാം. ഹലോ ബ്രോ. ഇത് ഇവിടുത്തെ മെയിൻ ബിൽഡിംഗ് ആയി കാണുന്നത്. എനിക്ക് വഴികളൊക്കെ ഓർമ്മ, ആദ്യകാലം ചച്ചുണ്ട്, ഐസക് ഉണ്ട്, പോളുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒത്തിരി ട്രക്കുകളുണ്ട്, ഇങ്ങനെ പല ഇൻഡർസ്റ്റേറ്റുകൾ പോകുന്ന ട്രക്കുകളാണ്. നാട്ടിലെ കുട്ടനാട്ടിൽ കൂടെ ഒക്കെ വണ്ടി പോകുന്നുണ്ട്, കുട്ടനാട് വഴി വീഡിയോ എടുക്കുന്നുണ്ട്. ഇതെന്തോന്ന് പറ.
നമ്മളിപ്പം ഒരു സ്റ്റോപ്പ് എടുത്തേക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോപ്പ് എടുത്തേക്കുന്ന ടെക്സസിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാസ് സ്റ്റേഷനുകളിലൊന്നായ ബക്കീസിലാണ്. അപ്പം ബക്കീസ് എന്ന് പറയുമ്പം നമ്മളിവിടെ ഗ്യാസ് മേടിക്കാൻ നമുക്കിവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ടോയ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാം, ഫുഡ് കഴിക്കാം. അപ്പോൾ ഒത്തിരി ക്ലീനാണ്, ഒത്തിരി ഇച്ചിരി വലുതാണ്. അപ്പം നമുക്ക് ഒരു ലോങ് യാത്രയിൽ ഒരു സ്റ്റോപ്പ് എടുക്കാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് പ്ലേസാണ് ബക്കീസ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണിക്കാം. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് മടി പറയാം. എടുത്തോ, നമുക്ക് പോയി ഫോൺ ചെയ്യാം. ഇങ്ങനെ ഇവിടെ നമുക്ക് എല്ലാം കിട്ടും. റസും കുറേ ഗുഡീസ് ഉണ്ട്. ബൈബിൾ റിലേറ്റഡ് ഒരുപാട് ഷോപ്സും കാര്യങ്ങളും. ഇവിടെ ഏറ്റവും വലിയ ഒരു സ്റ്റോപ്പ് ഓവർ അല്ലേ ബക്കീസ്? God is good all the time. Yeah. $17 God is good all the time. പിന്നെ howdy means hello. Howdy means hello. The Texas language howdy. Howdy. Yeah. For me and my husband serve and Margaret. ഞാൻ അധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ. സംഭവം എന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാൻഡിൽസ് എങ്ങനെയുണ്ട് മണം? മണം എങ്ങനെയുണ്ട് ഐസു? നല്ല സ്മെല്ലല്ലേ? അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇവിടെ നോക്കൂ. ഇതൊരു കലേഡിയോസ്കോപ്പാണ്. ലേഡിയോസ്കോപ്പ് അല്ലേ? ഇതിനകത്ത് കാണാൻ പറ്റുമോ? ഇങ്ങനൊരു ഈ ഒരു വിഷ്വൽ നമുക്ക് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു വിഷ്വൽ ഇതിനകത്തൂടെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കൗബോയ്സിന്റെ തൊപ്പിയൊക്കെ വെച്ചാണ് ഫോട്ടോ എടുക്കട്ടെ. എന്നെ ശിക്കാരിയാക്കാതെ Get you open doors, 'cause I never wait. You're still so lost. You got fire in your eyes. Get you open doors. Oh, this wasn't funny, but it's not very funny right now, and I want it to be. I will be again.
സ്ലൈസ്ഡ് ബ്രിസ്ക്കറ്റ് സാൻഡ്വിച്ച് ട്രൈ ചെയ്യാൻ പോവാണ്. വരും ആദ്യം ഒരു തുറക്കത്തുള്ളൂ. ഇത് 24 നമ്മളൊന്ന് കഴിച്ചു നോക്കാം. ഇത് സ്ലൈസ്ഡ് ബ്രിസ്ക്കറ്റിൻ്റെ ബക്കീസിൽ കിട്ടുന്ന സാൻഡ്വിച്ചാണ്. കഴിച്ചു നോക്കട്ടെ. There you go. How's it? Really good. Yeah. It's yum. You like it? Yep. ഇവിടെ ഐസക്കിൻ്റെ കിഡ്സ് മീൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. How's your food? Good. ഞങ്ങൾക്ക് അക്കംപനിമെന്റ്സ് ഉണ്ട്. Yeah, there we go. I bite it. How's it? Did you like it? വേണോ ഇത്ര വരണോ? അത് മേടിച്ചോണ്ട് വരണോ? വേണ്ട, ഉണ്ട്, 2 ഉണ്ടല്ലോ. ഷെയർ ചെയ്ത് കഴിക്കും. അങ്ങനെ നമ്മൾ ബക്കീസിൽ ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തു. അപ്പോൾ നമ്മളൊരു ലോങ് ജേർണിയിലൊക്കെ ഒരു സ്റ്റോപ്പ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ മൈൻഡ് റിഫ്രഷ്ഡ് ആവും, നമ്മളൊന്ന് ഫ്രഷ് ആവും. അതിനുശേഷം നമ്മളുടെ ഡെസ്റ്റിനേഷനായ നാസ സ്പേസ് സെൻറ്റർ ഹ്യൂസ്റ്റണിൽ എത്തിയിട്ടുണ്ട്. ഈ സ്പേസ് സെൻറ്ററിൽ ഒറിജിനൽ റിപ്ലിക്ക ആയിട്ടുള്ള മോഡൽസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സ്പേസ് സ്റ്റേഷൻസ്, റിപ്ലിക്ക ഓഫ് സ്പേസ് സ്റ്റേഷൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സ്പേസ് ക്രാഫ്റ്റ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് കൊണ്ടുവന്ന റോക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ്ട്രോണറ്റ്സിൻ്റെ ക്ലോത്തിങ്, ആസ്ട്രോണറ്റ്സിൻ്റെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളെല്ലാം ഈ സ്പേസ് സെൻറ്ററിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവരുടെ ഫുഡ് എങ്ങനെയാണ്, അവരുടെ സ്പേസ് സ്യൂട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അധികം പറയുന്നില്ല. എന്തായാലും നമുക്ക് അകത്ത് ചെന്നിട്ട് സ്പേസ് സെൻറ്ററിൽ എന്തൊക്കെയാണെന്നുള്ളൊരു ബ്രീഫ് എക്സ്പ്ലോറേഷൻ നടത്തിയിട്ട് വരാം. ഓക്കെ. അമേരിക്കയുടെ ഫസ്റ്റ് സ്പേസ് സ്റ്റേഷനായിരുന്നു സ്കൈലാബ്. അമേരിക്കാസ് ഫസ്റ്റ് സ്പേസ് സ്റ്റേഷൻ. നമ്മൾ അതിനകത്തോട്ട് കയറാൻ അതിൻ്റെ പോകുന്നത് ഒറിജിനൽ റിപ്ലിക്കയാണോ അത് ഒറിജിനൽ? സോ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ നാസയുടെ സ്പേസ് സ്റ്റേഷൻ്റെ ഒരു എക്സാക്റ്റ് റിപ്ലിക്കയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലാർജ് സ്പേസ് ക്രാഫ്റ്റാണ്. എർത്തിൻ്റെ ഓർബിറ്റിൽ സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റിനെയാണ് ഈ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അമേരിക്ക, റഷ്യ, കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ എല്ലാം സ്പേസ് സ്റ്റേഷൻ എർത്തിൻ്റെ ഓർബിറ്റിലുണ്ട്. അത് 16 times എ ഡേ എർത്തിനെ ചുറ്റും ഈ സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. ആസ്ട്രോണറ്റ്സിന് ആ സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് അവർക്ക് സ്പേസിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്താനും പിന്നെ സ്പേസിൽ എങ്ങനെ ഹ്യൂമൻ ബോഡി വർക്ക് ചെയ്യുന്നുള്ള സ്റ്റഡികൾ, എക്സ്പെരിമെൻറ്റ്സ്, പിന്നെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് സ്റ്റഡിയൊക്കെ നടത്താൻ ഈ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ സ്പേസ് സ്റ്റേഷൻ ഹെൽപ്പ് ചെയ്യും. It's just like a house to astronauts to do their experiments and to live in space.
അപ്പം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൈലാബ് ക്രൂ ക്വാർട്ടേഴ്സ്, അതായത് ഇവരുടെ സ്ലീപ്പ് കമ്പാർട്ട്മെൻറ്റാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. റോക്കറ്റൊക്കെ ചെന്ന് അതിനകത്തോട്ട് ബന്ധിപ്പിച്ചിട്ട് ഇവരവിടെ താമസിക്കും. ഇവരൊക്കെ അവിടെ താമസിക്കും. അപ്പോൾ അതിൻ്റെ ഓക്കെ. ഇനി നമ്മൾ ഈ കയറാൻ പോണ ഇതിൻ്റെ ഷട്ടിൽ നമ്മൾ പുറത്ത് കണ്ട സംഭവമില്ലേ, പുറത്ത് ആ സ്പേസ് ഷട്ടിൽ വെച്ചിട്ടില്ലേ, അപ്പോൾ ആ സ്പേസ് ഷട്ടിലിനകത്ത് നമുക്ക് കയറാൻ ഒരു അവസരമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒറിജിനൽ സ്പേസ് ഷട്ടിലിനകത്ത് നമുക്ക് ഇതുവഴി കയറാം. ഇത് ഔട്ട് സൈഡാണ് സ്ഥിതി ചെയ്യുന്നത്. ഉണ്ടോ വലിയ ഫ്ലൈറ്റ് കിടക്കുന്നത്, നാസയുടെ വലിയ ഫ്ലൈറ്റും അതിൻ്റെ മേളിൽ നമ്മുടെ തിരിച്ചു വരുന്ന സ്പേസ് ഷട്ടിൽ. I never wait, you're still so low. You got fun in your eyes. അങ്ങോട്ടാരോ വെച്ചേക്കുന്നത്. ആണല്ലേ? ആ, അപ്പം നമ്മൾ ആ സ്പേസ് ഷട്ടിലോട്ട് കയറാൻ പോവാം. ഫ്ലൈറ്റിൻ്റെ ഡെക്കിൽ കയറാൻ പോകാം. ഒറിജിനൽ സ്പേസ് ഷട്ടിൽ.